ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ വേദപഠനം ആരംഭിക്കുകയാണ്. അതിനു മുന്നമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച 15, 16 സങ്കീർത്തനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പരിശ്രമിച്ചത്. ഇന്ന് 17-ാം സങ്കീർത്തനവും 18-ാം സങ്കീർത്തനവും ദൈവാത്മാവിൽ ശരണപ്പെട്ടുകൊണ്ട് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 17-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ പ്രകാരമാണ്: യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. ഇത് ആ സങ്കീർത്തനത്തിന്റെ മുകളിൽ ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത് ദാവീദിന്റെ ഒരു പ്രാർത്ഥന എന്നാണ്. അതായത് ഇതൊരു പ്രാർത്ഥന സങ്കീർത്തനമാണ്. ദാവീദ് വളരെ പ്രത്യാശാപൂർവം നടത്തുന്ന ഒരു പ്രാർത്ഥന. ദൈവഹൃദയത്തിന് ഒത്തവൻ എന്നുള്ള ഒരു അംഗീകാരം ഇദ്ദേഹത്തിന് ലഭിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഏത് അവസ്ഥകളിലും, അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിലും നല്ല നിരപ്പായ വഴിയാണെങ്കിലും എല്ലാം ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവസന്നദ്ധിയിൽ വലിയ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് ഒരു പക്ഷേ ശൗൽ രാജാവ് മാവോൻ മരുഭൂമിയിൽ വെച്ച് ദാവീദിനെ ഉപദ്രവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ നടത്തുന്ന പ്രാർത്ഥനയാണെന്ന് ഒരിടത്ത് വായിച്ച് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും പ്രതിസന്ധികളിൽ പ്രാർത്ഥനയുടെ വലിയൊരു ബലത്തിൽ മുന്നോട്ട് നയിക്കപ്പെട്ട വ്യക്തിയാണ് ദാവീദ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്കുകൾ ഇങ്ങനെയാണ്. 17-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം: യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കേൾക്കണമേ, ശ്രദ്ധിക്കണമേ, ചെവിക്കൊള്ളണമേ. 3 കാര്യങ്ങളാണ് ദൈവസന്നിധിയിൽ ദാവീദ് അപേക്ഷിക്കുന്നത്. എൻ്റെ ന്യായത്തെ കേൾക്കണം, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണം, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണം. അതുകൊണ്ട് വലിയ പ്രത്യാശയോടുകൂടി അദ്ദേഹം അത് നടത്തുന്നത്. അത് ദൈവം കേൾക്കും, ദൈവം ശ്രദ്ധിക്കും, ദൈവം ചെവിക്കൊള്ളും എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ. 2-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: എനിക്കുള്ള വിധി നിന്റെ സന്നദ്ധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിന്റെ കണ്ണ് നേര് കാണുമാറാകട്ടെ. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നുമില്ല. എൻ്റെ വായ് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവസന്നിധിയിൽ ദാവീദ് പ്രാർത്ഥനയ്ക്കുള്ള, അല്ലെങ്കിൽ ദൈവമേ കേൾക്കണമേ, എൻ്റെ ന്യായത്തെ കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തോട് അദ്ദേഹം പറയുകയാണ്: എനിക്കുള്ള വിധി അവിടുത്തെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. അതൊരു പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ വിധിക്കാതെ, അല്ലെങ്കിൽ സാത്താൻ വിധിക്കാതെ, ദൈവമേ എൻ്റെ ജീവിതത്തെ അങ്ങ് തന്നെ വിധിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ അദ്ദേഹം സമർപ്പണാപൂർവം പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം
നിന്റെ കണ്ണ് നേര് കാണുമാറാകട്ടെ. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നുമില്ല. ദാവീദ് തന്നെ ദൈവസന്നദ്ധിയിൽ അദ്ദേഹത്തിന്റെ ദൈവ ബന്ധത്തിന്റെ ആധിക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, ദൈവമേ, നീ രാത്രിയിൽ എന്നെ സന്ദർശിച്ച് എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ദുരുദ്ദേശം പോലും എൻ്റെ ഹൃദയത്തിൽ ഇല്ല എന്ന് അങ്ങേക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ എന്ന് ദൈവസന്നിധിയിൽ അദ്ദേഹം തൻ്റെ ഹൃദയത്തിന്റെ അവസ്ഥയെ പകർന്ന് വെക്കുകയാണ്. അതിനുശേഷം പറയുന്നു, എൻ്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കഴിഞ്ഞ സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വായി ലംഘനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നാവിന്റെ ദുരുപയോഗത്തെ പറ്റി വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ ശക്തമായ താക്കീത് ദൈവം തരുന്നുണ്ട്. മനുഷ്യന്റെ അവയവങ്ങളിൽ ഏറ്റവും ശക്തമായി നിയന്ത്രിക്കേണ്ട, കടിഞ്ഞാടേണ്ട അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാവാണെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, 4-ാമത്തെ വാക്യം, മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുന്നു. അപ്പോ തെറ്റായ പാതകളിലൂടെ പോവാതെ, മനുഷ്യന്റെ ദുരാരോപണങ്ങൾ ഉണ്ടാവാതെ തൻ്റെ ജീവിതത്തെ ഇദ്ദേഹം ക്രമീകരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ പറയുകയാണ്, നിന്റെ അധരങ്ങളുടെ വചനത്താൽ, അതായത് ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് ആ വചനപ്രകാരം ജീവിച്ച് നിഷ്ഠൂരന്റെ കെണികളിൽ അകപ്പെടാതെ, അല്ലെങ്കിൽ അവന്റെ ദുരാരോപണങ്ങളിലേക്ക് വീണു പോകാതെ ജീവിതത്തെ ഞാൻ ക്രമീകരിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ വചനപ്രകാരമുള്ള ഒരു ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ഒരു വലിയ നിയോഗം നമ്മുടെ മുമ്പാകെയും ഉണ്ട്. അതായത് ദുഷ്ടൻ നമുക്കെതിരെ പ്രവർത്തിക്കാതിരിക്കാൻ, അതുപോലെ തന്നെ ദുഷ്ട മനുഷ്യരുടെ കെണികൾ നമുക്ക് മുമ്പിലേക്ക് വരാതിരിക്കാൻ ദൈവത്തിന്റെ വചനം പാലിക്കണമെന്ന് ദാവീദിനെ പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം പറയുകയാണ്, എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. അപ്പോൾ ദാവീദിന്റെ കാല് വഴുതാതിരുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ ചുവടുകളിൽ തന്നെയാണ് അദ്ദേഹം നടന്നതെന്ന് വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹം സമർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാല് വഴുതാതിരുന്നത്. പ്രിയപ്പെട്ടവര്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ ഇടങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. എത്രയോ ഇടങ്ങളിൽ ഈ വഴിയിലൂടെ സഞ്ചരിച്ചതിന്റെ പേരിൽ കുറ്റബോധവും പാപബോധവും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള മാർഗമാണ് ദാവീദ് പങ്കുവെക്കുന്നത്. അതായത് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ദൈവത്തിന്റെ ചുവടുകളിലൂടെ സഞ്ചരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അടുത്തതായി 6 മുതൽ പിന്നീട് 12 വരെയുള്ള വാക്യങ്ങൾ. ആദ്യത്തെ അത് ദൈവവും ദാവീദും തമ്മിൽ നടത്തുന്ന ഒരു ദാവീദിന്റെ അവസ്ഥകളെ ദൈവസന്നദ്ധിയിൽ പകർന്നു വയ്ക്കുന്ന പ്രാർത്ഥനയാണ്. എന്നാൽ 6-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ ശത്രുവിന്റെ ആക്രമണത്തെ അടിസ്ഥാനമാക്കി അതിനെതിരായിട്ട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് ശൗലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ശത്രുക്കളുടെ ഉപദ്രവം നേരിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ദൈവസന്നദ്ധിയിൽ അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനയാണ്. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ? ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ച എന്റെ അപേക്ഷ കേൾക്കണമേ. എന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളോവേ, നിന്റെ അത്ഭുതകാരുണ്യം കാണിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാത്തവണ്ണം നിന്റെ ചിറകിന്റെ നെള്ളിൽ എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ്കൊണ്ട് വമ്പു പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിരത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വെക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ യഹോവേ. അതായത്
നമുക്കറിയാം ഈ വാക്യങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ തന്നെ ദാവീദിന്റെ ഉള്ളിലെ വലിയൊരു വ്യതയോടുകൂടെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അദ്ദേഹത്തിന് എതിരെ എങ്ങനെയാണ് തിരിഞ്ഞിരിക്കുന്നതെന്നാണ് 12-ാമത്തെ വാക്യത്തിലൊക്കെ അദ്ദേഹം അതിന്റെ അവസ്ഥ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. കടിച്ചു കീറുവാൻ കുതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. അപ്പൊ അത്രയ്ക്കും ഒരു ദുർഘടമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ശൗല്. ഒരുപക്ഷെ അത്രമേൽ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ദാവീദ് കടന്നു പോവുകയാണ്. അപ്പൊ അദ്ദേഹം ഈ പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുക. കടിച്ചു കീറാൻ വരുന്ന സിംഹത്തിന്റെ മുമ്പാകെ ദൈവമേ, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയടിക്കുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ എന്ന് ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ആദ്യത്തെ ഒരു ഭാഗം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ദാവീദ് ദൈവത്തോട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പരിശോധിച്ച് ഇതിനകത്ത് തിന്മയില്ലെന്ന് അങ്ങ് പരിശോധിച്ചറിയണം, ദൈവമേ അവിടുന്ന് എന്റെ ന്യായം കേൾക്കണം, എന്റെ നിലവിളി ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ആമുഖ പ്രാർത്ഥനയാണ്. പിന്നീട് സ്വന്തം ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നടത്തുന്ന പ്രാർത്ഥനയാണ്. പിന്നീട് അദ്ദേഹം തന്നെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവമേ, കടിച്ചു കീറാൻ കുതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും എന്നെ ഉപദ്രവിക്കാൻ ഒരുമ്പെട്ടിരിക്കുന്നവരുടെ കൈകളിൽ നിന്ന്, അവരുടെ തെറ്റായ ചിന്താഗതികളിൽ നിന്ന്, അവരുടെ വലയത്തിൽ നിന്ന് എന്നെ കാക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു അനുഭവമായിരുന്നു ഇത്. അതായത് ദാവീദ് എന്ന ഈ സ്ഥാനത്തിലേക്ക്, രാജാവ് എന്ന ഒരു അഭിഷേകത്തിലേക്ക് ഉയർത്തപ്പെടാനായിട്ട് നിയോഗിക്കപ്പെട്ടോ വിളിക്കപ്പെട്ടോ അന്ന് മുതൽ അദ്ദേഹത്തിന് ശത്രുക്കളുടെ ഒരു നീണ്ട നിര തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. രാജാവായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഒരു മകൻ അദ്ദേഹത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും കൊല്ലാനൊക്കെ ആയിട്ട് പരിശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം ദാവീദ് എന്താ ചെയ്തിരുന്നതെന്നാണ് ഈ 6-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലായി, 7-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവമേ, ഞാൻ നിന്നോട്, ദൈവമേ നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് മുമ്പും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പരിശ്രമിച്ചവരുടെ എല്ലാ കെണികളിൽ നിന്നും രക്ഷിച്ച ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാവീദിനെയാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 13 മുതലുള്ള വാക്യങ്ങൾ, ആ വാക്യങ്ങളൊന്ന് വായിക്കാമോ? യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വസ്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ആയുസ്സിലത്രേ, നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്, തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അതായത് ശത്രു സംഹാരത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അദ്ദേഹം നടത്തുകയാണ്. സ്വയം സംരക്ഷണത്തിന് വേണ്ടിയും ദൈവസന്നദ്ധിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്നും വിടുവിക്കണമേ. അതായത് ഉപദ്രവിക്കുന്നവന്റെ നാശത്തിന് വേണ്ടിയും എന്നാൽ സ്വയം സംരക്ഷണത്തിന് വേണ്ടിയും അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ഈ 14-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം എങ്ങനെയാണ്? അവരുടെ ഓഹരി ഈ ആയുസ്സിൽ അത്രേ. ദാവീദിന്റെ ഓഹരി എന്ന് പറയുന്നത് ഈ ആയുസ്സിൽ മാത്രമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതായത് ഉപദ്രവിക്കാൻ വരുന്ന ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുന്നവരുടെ ഓഹരി ഈ ആയുസ്സിൽ അത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറച്ചിരിക്കുന്നു. അതായത് ദൈവം അവരെ സമ്പത്ത് കൊണ്ടൊക്കെ നിറച്ചിട്ടുണ്ട്. അതിനുശേഷം പറയാണ്, അവർക്ക് പുത്രസമ്പത്ത് ധാരാളം ഉണ്ട്, തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു.
ഈ ലോകത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് ദാവീദ് പറയുന്നത്. എന്നിട്ട് ദാവീദ് പറയുകയാണ് ഏറ്റവും അവസാനത്തെ വാക്യം, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അപ്പൊ ദാവീദിന് ഈ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദാവീദിന്റെ വലിയ പ്രത്യാശ എന്താണ്? ആ പ്രത്യാശയാണ് ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ദൈവത്തിന്റെ മുഖം കാണാനും ദൈവത്തിന്റെ സൗന്ദര്യം കണ്ട് ആ ദൈവത്തിന്റെ കൂടെ ആയിരിക്കാനും അദ്ദേഹത്തിന് ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ച് അത് ഏറ്റുപറയുകയാണ്. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാൻ ഉണരുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഉറക്കം, രാത്രിയിലെ ഉറക്കം മാത്രമായിട്ട് ഇതിനെ കാണരുത്. ഇതൊരു മരണാനന്തര പ്രത്യാശ കൂടെയാണ്. അദ്ദേഹം ഈ ഉറക്കം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാസറിന്റെ മരണത്തെ പറ്റി യേശു പറയുന്നത് അവൻ ഉറങ്ങുകയാണെന്നാണ്. അപ്പോ ലാസറ് ഉണർന്ന് എഴുന്നേറ്റ് വരിക, യേശുവിന്റെ ശബ്ദം കേട്ട് ആ കല്ലറയിൽ നിന്ന് മരണത്തിൽ നിന്ന് പുനരുദ്ധാനം ചെയ്ത് ലാസർ പുറത്തേക്ക് വരുമ്പോ ലാസറിന് ഉണ്ടാകുന്ന അനുഭവമാണ് ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാമോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാമോ? ദാനിയേൽ പ്രവാചകൻ 12-ാം അധ്യായം 13-ാമത്തെ വാക്യം, അതായത് ദാനിയേൽ പ്രവചനത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം. ദാനിയേൽ 12:13. യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു. ദാനിയേൽ 12:13. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. കണ്ടോ, ദൈവം ദാനിയേലിനോട് പറയുകയാണ്, നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. എന്താണ് ദാനിയേലിന്റെ ഓഹരി? ദാനിയേല് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പണത്തിന് വേണ്ടിയോ ലോകസുഖങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജഡീക ആസക്തികൾക്ക് വേണ്ടിയോ ജീവിച്ചൊരു മനുഷ്യനല്ല. മറിച്ച് ദൈവം എന്ത് പറഞ്ഞോ ആ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ച മനുഷ്യനാണ്. സിംഹങ്ങളുടെ കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും അദ്ദേഹം ആ വിശ്വാസം മുറുകെ പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയവനാണ്. ദൈവത്തെ തള്ളിപ്പറയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അദ്ദേഹം തള്ളിപ്പറയാതെ ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഈ ദൈവത്തെ ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് ഈ ദാനിയേലിനോട് ദൈവം പറയുകയാണ്, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വെളിച്ചം കിട്ടുന്നുണ്ട്. അതായത് യേശുവിന്റെ രണ്ടാമത്തെ വരവിന്റെ സമയത്ത് അന്ന് വരെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ എല്ലാ മനുഷ്യരും അവര് വീണ്ടും അവരുടെ ശരീരം ധരിച്ച് യേശുവിന്റെ വരവിനെ വരവേൽക്കാൻ തക്കവണ്ണം ഞൊടിയിട നേരം കൊണ്ട് യേശുവിൻ കാഹള ധ്വനി കേൾക്കുമ്പോൾ മാലാഖന്മാർ യേശുവിന്റെ വരവിന് മുമ്പ് കാഹളം മുടക്കുകയും ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മരിച്ചുപോയ സകലരും അവരുടെ ശരീരം സ്വീകരിച്ച്, സ്വർഗീയ ശരീരം സ്വീകരിച്ച് യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കും എന്ന് പൗലോസ് ലിഹായിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. അന്നും ജീവനോടുകൂടിയിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവര് കണ്ണിമയ്ക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നൊടിയിടയ്ക്ക് അവരും രൂപാന്തരപ്പെട്ട്, അതായത് ഒരു മിനിറ്റ് കൊണ്ട് മരണം പ്രാപിച്ച് പെട്ടെന്ന് തന്നെ അവരും ജീവനിലേക്ക്, പുനരുദ്ധാനത്തിലേക്ക് കടന്നു വരും. പക്ഷെ അവരുടെ ശരീരം ഇന്ന് കാണുന്ന അക്ഷയമായ ഒരു ശരീരമായിരിക്കില്ല, മറിച്ച് സ്വർഗീയ ശരീരം ധരിച്ച് അവരും യേശുവിനെ വരവേൽക്കാൻ തക്കവണ്ണം ഈ മധ്യാകാശത്തെങ്കിലേക്ക് എടുക്കപ്പെടുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോ എന്താ ഈ ഓഹരി? മഹത്വപൂർണനായിട്ട് എഴുന്നള്ളി വരുന്ന രാജാതിരാജാവായ യേശുവിനെ നിറകണ്ണുകളോടെ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഓഹരി. അതാണ് 15-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു വെക്കുന്നത്, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അതായത് ഈ ലോകം വിട്ട് ദൈവമേ അവിടുത്തെ വരവിന്റെ സമയത്ത് ഞാനും ഉദ്ധാനം ചെയ്യുമ്പോൾ ഞാനും നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അതുകൊണ്ട് പ്രത്യാശയോടുകൂടെയുള്ള ഒരു ജീവിതം നയിച്ചവനാണ് ദാവീദ്.
ആ ഒരു പ്രത്യാശയിലേക്ക് നമ്മുടെ ജീവിതവും ചേർത്ത് പിടിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ലോകത്തിൽ മാത്രം പ്രതീക്ഷ വെച്ച് ജീവിച്ച ആളല്ല ദാവീദ്. ഈ ലോകത്തിൽ ജീവിച്ചു, ഈ ലോകത്തിന്റെ ഒരു ലൗകിക രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം അവിടെ മാത്രം ഉടക്കി നിന്നില്ല, മറിച്ച് അതിലുപരിയായിട്ട് സ്വർഗത്തിലേക്ക് നോക്കാനും ദൈവത്തെ കാണാനുള്ള ആഗ്രഹവും അഭിവാഞ്ഛയും ഒക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കാനും ശ്രദ്ധിച്ച മനുഷ്യനായിരുന്നു ദാവീദ്. 17-ാമത്തെ സങ്കീർത്തനം ദാവീദിന്റെ ഒരു പ്രാർത്ഥന എന്നുള്ള ഹെഡിങ് ആയിരുന്നല്ലോ. അപ്പോ ഒരു ദീർഘമായ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ അദ്ദേഹം നടത്തുന്നതാണ്. ആദ്യം, ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥനയ്ക്ക് കപടമില്ലാത്ത അതിരങ്ങളിൽ ഞാൻ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ചെവി തരണമേ എന്നുള്ള അപേക്ഷയും, തുടർന്ന് സ്വന്തം ജീവിതത്തെ അവിടുന്ന് ശോധന ചെയ്തിട്ടുണ്ടല്ലോ, എന്നിൽ ദുരുദ്ദേശമൊന്നുമില്ലെന്ന് അവിടുന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഹൃദയപരമാർത്ഥതയോടുള്ള ഒരു സമർപ്പണം കാണുന്നു. പിന്നീട് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വരുന്ന ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നടത്തുന്ന പ്രാർത്ഥനകളാണ് 6-ാമത്തെ വാക്യം മുതൽ 12 വരെ. പിന്നീട് 13 മുതലുള്ള വാക്യങ്ങൾ ശത്രു സംഹാരത്തിനും അതുപോലെ സ്വന്തം സംരക്ഷണത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ വലിയ പ്രത്യാശ അദ്ദേഹം പങ്കുവെച്ച് ഈ സങ്കീർത്തനം, ആ പ്രാർത്ഥന പൂർത്തീകരിക്കുകയാണ്. അടുത്തതായി 18-ാം സങ്കീർത്തനം. 18-ാം സങ്കീർത്തനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ ഹെഡിങ് ഒന്ന് വായിക്കാം ആർക്കെങ്കിലും. സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. കണ്ടോ, ഇതാണ് ദാവീദിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പ്രയാസവും പ്രതിസന്ധിയും ദുഃഖവും ഞെരുക്കവും ഉള്ള കാലഘട്ടത്തിൽ മാത്രമല്ല അദ്ദേഹം പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തത്. മറിച്ച് ഇവിടെ പറയുകയാണ്, അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീത വാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. അതായത് എല്ലാ തകർച്ചകളിൽ നിന്നും രക്ഷപ്പെട്ട് നല്ല സൗഖ്യത്തിലിരിക്കുമ്പോ, സന്തോഷത്തിലിരിക്കുമ്പോ, ഐശ്വര്യത്തിലിരിക്കുമ്പോ ദാവീദ് എന്ത് ചെയ്യുകയാണ്? ദാവീദ് വീണ്ടും ദൈവത്തെ പാടി ആരാധിക്കുകയാണ്. ഇത് ദാവീദിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ക്വാളിറ്റിയാണ്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. എപ്പോഴും സങ്കടങ്ങളും ദുഃഖവും ഞെരുക്കവും ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നതും ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാം മാറിക്കഴിയുമ്പോഴും ഇതേ ആശ്രയവും ഇതേ ആനന്ദവും ദൈവത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളും ദാവീദിനെ പോലെ നല്ല അടിയുറച്ച വിശ്വാസികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ, അതായത് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദാവീദ് ദൈവബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. ഒന്ന് വായിക്കാമോ? 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്നു പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടിവിറച്ചു. 6 വരെയുള്ള വാക്യങ്ങളാണ്, അത് മതി. അതുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം ഈ സമയത്ത് ദാവീദ് ദൈവബന്ധത്തിന്റെ ആഴം എത്ര വലുതാണെന്നാണ് 1ഉം 2ഉം വാക്യങ്ങളിലൂടെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുക. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഉണ്ടോ? എന്തുമാത്രം സ്നേഹത്തോടു കൂടെയാണ് അദ്ദേഹം ആ പ്രാർത്ഥന ആരംഭിക്കുന്നത്. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ നിന്നെ തേടുന്നു എന്നല്ല. എന്റെ ബലമായ ദൈവമാണ് അവിടുന്ന്, എന്റെ ആശ്രയമാണ്. എനിക്ക് ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും അവിടുന്നാണ് എനിക്ക് അഭയം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ദൈവത്തെ പറ്റി പറയുന്ന കുറെ വാക്കുകളാണ്. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും
ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. അതായത് ഇന്ന് ആലോചിച്ച് നോക്കിയേ, ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം കണ്ടോ? അദ്ദേഹം എത്ര മേഖലകളിലൂടെ കടന്നു പോകുന്നത്. എൻ്റെ ശൈലമാണ് ദൈവം, എൻ്റെ കോട്ടയാണ് ദൈവം, എൻ്റെ രക്ഷകനാണ്, എൻ്റെ ദൈവമാണ്, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയാണ്, എൻ്റെ പരിചയം, എൻ്റെ രക്ഷയുടെ കൊമ്പും എൻ്റെ ഗോപുരവും ദൈവമാണ്. അതായത് സർവവും എനിക്ക് ദൈവമാണെന്ന് ആര് പറഞ്ഞു വെക്കുകയാണ്? ദാവീദ് പറഞ്ഞു വെക്കുകയാണ്. അതിനുശേഷം സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഉണ്ടോ? എന്തുമാത്രം വലിയ പ്രത്യാശയാണ് അദ്ദേഹത്തിന്. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും ദൈവം സകല ശത്രുക്കളിൽ നിന്നും എന്നെ വിടുവിച്ച് എന്നെ സ്വസ്ഥതയിൽ കാത്തു പരിപാലിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളെ പറ്റി, അതിൻ്റെ ആഴങ്ങളെ പറ്റി അദ്ദേഹം ഇവിടെ പറയുകയാണ്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. മരണത്തിന്റെ മണമുള്ള ആ വഴികളിലൂടെ നടന്ന വ്യക്തിയാണ് ദാവീദ്. പക്ഷെ ആ വഴികളിലൂടെ നടന്നപ്പോഴും ദാവീദ് ദൈവത്തിന്റെ കരത്തിൽ മുറുകെ പിടിച്ച് പ്രത്യാശയോടെ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിലകൊണ്ടു, വിശ്വസ്തതയിൽ നിലകൊണ്ടു. അതുകൊണ്ട് അദ്ദേഹം എന്താ പറയുന്നത്? എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി. കണ്ടോ? അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മരണവാസങ്ങൾ എന്നെ ചുറ്റി വളഞ്ഞു, പാതാളത്തിന്റെ ഗോപുരങ്ങൾ എന്നെ, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളൊക്കെ, ആ കെണികളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയെങ്കിലും ഒന്നും നഷ്ടമായില്ല. കാരണം ദൈവം എന്റെ നിലവിളി കേട്ടു, എന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചു, അവിടുന്ന് എന്നെ സംരക്ഷിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നീട് 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഭാഗമാണ്. ഒന്ന് വായിക്കാമോ? 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി, അവൻ കോപിക്കിയാൽ അവ കുലുങ്ങിപ്പോയി. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു. തീക്കനൽ അവങ്കൽ നിന്ന് ജ്വലിച്ചു. അവൻ ആകാശം ചായച്ചിറങ്ങി, കൂരിരുള്ളവന്റെ കാൽ കീഴുണ്ടായിരുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. അവൻ കാറ്റിന്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചു. അവൻ അന്ധകാരത്തെ തന്റെ മറവും ജലതമസ്സിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവന്റെ മേഘങ്ങളിൽ കൂടിപ്പൊഴിഞ്ഞു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. യഹോവേ, നിന്റെ ഭർസനത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊനത്താലും ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു. ഉദരത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. അവൻ എന്നെ വിചാരതയിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരുന്നതുകൊണ്ട് എന്നെ വിടുവിച്ചു. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ദൈവം എങ്ങനെയാണ് ദാവീദിന്റെ ജീവിതത്തിൽ ഇടപെട്ടതെന്ന് ദാവീദ് പറഞ്ഞു വെക്കുന്ന ഭാഗമാണ് ഈ 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത് ആദ്യം ദൈവത്തിന്റെ ഭയങ്കരത്വത്തെ അദ്ദേഹം വർണ്ണിക്കുകയാണ്. ദൈവം ഇറങ്ങി വരുമ്പോ സംഭവിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നു. അതിനുശേഷം ആ ദൈവത്തിന്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറയുകയാണ്. ആദ്യത്തെ വാക്യം എങ്ങനെയാണ്? ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി, അവൻ കോപിക്കിയാൽ അവ കുലുങ്ങിപ്പോയി. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഭയങ്കരത്വത്തെ പറ്റിയാണ് ദാവീദ്
ആദ്യ സമയത്ത് കുറെ വാക്യങ്ങളിൽ പറയുന്നത്, യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു, ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു, അവന്റെ അസ്ത്രം ഏത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. അതായത് പ്രപഞ്ചത്തിൽ കാണുന്ന ഈ എല്ലാ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ ആ ഒരു തീക്ഷ്ണതയെ ദാവീദ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷം ദൈവം എങ്ങനെയാണ് തന്നെ രക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവർ ആയിരുന്നു. ഉണ്ടോ? ദൈവത്തിന്റെ കരം എന്നെ പിടിച്ചു. ഏത് പാതാള കുഴിയിൽ കടന്നാലും, ഏത് ശത്രുക്കളുടെ ഉപദ്രവങ്ങളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, പ്രിയപ്പെട്ടവര്, ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ദാവീദിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കും പറയാനായിട്ട് സാധിക്കും. എത്ര ശത്രു എത്ര പ്രബലനായിരുന്നാലും, ഉപദ്രവിക്കുന്നവൻ എത്ര ശക്തിയുള്ളവനായിരുന്നാലും, ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വ്യാപരിച്ചാൽ അവരെല്ലാം പരാജയപ്പെട്ടു പോകുമെന്ന വചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദാവീദിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൽ ശരണപ്പെടാനും ഒക്കെ നമുക്കും ഇടയായി തീരണം. 20 മുതൽ പിന്നീട് അങ്ങോട്ടുള്ള വാക്യങ്ങൾ, എന്തുകൊണ്ടാണ് ദാവീദിനെ ദൈവം സംരക്ഷിച്ചതെന്ന് ദാവീദ് തന്നെ പറയുകയാണ്. ദൈവം എങ്ങനെ ഇറങ്ങി വന്ന് തന്റെ കരം കൊണ്ട് ചെളിക്കുഴിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പാതാളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ വലിച്ചെടുത്തതിന് കാരണമുണ്ട്. കാരണം അദ്ദേഹം തന്നെ പറയുകയാണ്. അടുത്ത 2-3 വാക്യങ്ങൾ എങ്ങനെയാണ്? യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. അപ്പൊ ദാവീദ് തന്നെ പറയാണ്, എന്റെ ഭാഗത്ത് എന്തുണ്ടായിരുന്നു? നീതി ഉണ്ടായിരുന്നു, നന്മയുണ്ടായിരുന്നു, കപടതയില്ലായിരുന്നു, വിശ്വസ്തതയും വിശുദ്ധിയും നീതിയും എന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലമാണ് ഈ വിജയം. അതിനുശേഷം പറയുന്നു, എന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. കൈകളുടെ വെടിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ അദ്ദേഹം പുലർത്തിയിരുന്ന വിശ്വസ്തതയും അതുപോലെ തന്നെ സത്യസന്ധതയും ഒക്കെയാണ് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞ് പ്രകടിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോ എന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു എന്നും അദ്ദേഹം പറയുകയാണ്. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു. കണ്ടോ? ദൈവത്തിന്റെ വഴികളിലൂടെ ഞാൻ നടന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ വഴികളിലൂടെ നടന്നാൽ എത്ര വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും അതിനെല്ലാം തരണം ചെയ്യാനും ആ പ്രതിസന്ധികളുടെ മധ്യേ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനും തക്കവണ്ണം ദൈവം കൂടെ ഇറങ്ങി വരുമെന്ന് ഈ ഭാഗത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാവീദും അതിന്റെ ജീവിതാനുഭവം കൊണ്ട് പറയുകയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ ഇറങ്ങി വന്ന് എനിക്ക് വിജയവും എനിക്ക് സംരക്ഷണവും തന്നതിന്റെ കാരണം എൻ്റെ നീതി ഒക്കെ എനിക്ക് പ്രതിഫലം ലഭിച്ചു, എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. അതിനുശേഷം പറയുകയാണ്, ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു. ദൈവത്തിന്റെ വഴികളെ പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം കേട്ടു അതിലൂടെ നടക്കാനായുള്ള പരിശ്രമം അദ്ദേഹം നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതിനുശേഷം പറയുന്നു, എൻ്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അതായത് ദൈവത്തോട് ദ്രോഹം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ വചനം ലംഘിക്കാതെ ജീവിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു എന്ന് പറയുകയാണ്. അവന്റെ വിധികളൊക്കെയും എൻ്റെ മുമ്പിലുണ്ട്, അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. ഈ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് വെക്കാവുന്ന കാര്യങ്ങളാണ്. ഞാൻ അവന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എൻ്റെ നീതി പ്രകാരവും അവന്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവം ദാവീദിന്റെ പ്രാർത്ഥന കേൾക്കുകയും സകല ശത്രുക്കളിൽ നിന്നും വിടുവിച്ച് അദ്ദേഹത്തിന് സ്വസ്ഥതയും സമാധാനവും രാജ അധികാരവും ഒക്കെ തിരിച്ച് ലഭിക്കുകയും ചെയ്തതെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. എൻ്റെ നീതിക്ക് തക്കവണ്ണം, എൻ്റെ വെടിപ്പിന് തക്കവണ്ണം, അതുപോലെ തന്നെ യഹോവയുടെ വഴികളെ പ്രമാണിച്ചതിന് അനുസരിച്ച് ദൈവത്തോട് ദ്രോഹം ചെയ്യാതിരുന്നത് കൊണ്ട്, ഞാൻ നിഷ്കളങ്കനായിരുന്നത് കൊണ്ട്, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തത് കൊണ്ട് ദൈവം എനിക്ക് ഇതെല്ലാം അനുവദിച്ചു തന്നു എന്ന് ദാവീദ് പറയുകയാണ്. അതിനുശേഷം ദാവീദ് ദൈവത്തിന്റെ ചില
സ്വഭാവ സവിശേഷതയെ പറ്റി അദ്ദേഹം പറയുന്ന കാര്യമാണ്, ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു, എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. ഇത് വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തൊക്കെ പലയിടങ്ങളിൽ നമുക്ക് ഈ വചനങ്ങളെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ദയാലുവോട് നീ ദയാലുവാകുന്നു. അതുകൊണ്ടാണ് ഈ ഗിരിപ്രഭാഷണത്തിൽ യേശു ആദ്യ സമയത്ത് ഇങ്ങനെ കുറെ ഭാഗ്യവാൻ 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 എന്ന് പറയുന്നത്. കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദയ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ദൈവം ദയാലുവായി ജീവിക്കുന്നവനോട് ദൈവം ദയാലുവായിരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതുപോലെ തന്നെ നിഷ്കളങ്കനായി ജീവിക്കുന്നവനോട് ദൈവവും ആ തരത്തിൽ തന്നെ ഇടപെടും, നിഷ്കളങ്കതയോടുകൂടെ ഇടപെടുമെന്നും ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നിർമ്മലനായി ജീവിക്കുന്നവനോട് ദൈവം നിർമ്മലമായി ഇടപെടും. വക്രത കാണിക്കുന്നവനോട് ദൈവം വക്രത കാണിക്കും. നമുക്കറിയാം ഹാമാന്റെ ജീവിതം. ഹാമാൻ, മൊർദെഖായി. എസ്തേറിന്റെ ജീവിതത്തിലെ രണ്ട് കഥാപാത്രങ്ങളാണ്. മൊർദെഖായി എന്ന യഹൂദൻ ദൈവഭക്തനും ദൈവത്തെ മുറുകെ പിടിക്കുന്നവരും ദൈവത്തെ അല്ലാതെ മറ്റാരെയും തന്റെ ശിരസ് കൊണ്ട് നമിച്ച് ആരാധിക്കാത്ത വ്യക്തി, നല്ല ജീവിത പുണ്യമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ എതിരായിട്ട് കാപട്യത്തോടുകൂടെ അദ്ദേഹത്തെ ചതിക്കാനും വക്രതയോടുകൂടെ ഒക്കെ ഇടപെടുന്ന വ്യക്തിയാണ് ഹാമാൻ. പക്ഷെ അവസാനം എന്ത് സംഭവിക്കുന്നത്? മൊർദെഖായിയെ കൊന്ന് കെട്ടിത്തൂക്കാൻ വേണ്ടി ഈ ഹാമാൻ അവന്റെ വീട്ടിൽ ക്രമീകരിച്ചിരുന്ന ആ കഴുമരത്തിൽ അവൻ തന്നെ തൂക്കപ്പെടുന്നു എന്ന് എസ്തേറിന്റെ ജീവിതത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വക്രനോട് നീ വക്രത കാണിക്കുന്നുവെന്ന് ദാവീദ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിന്നീട് പറയുന്നു 27-ാമത്തെ വാക്യം, എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. ഇത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പലയിടങ്ങളിൽ കർത്താവ് പറഞ്ഞു വെക്കുന്ന കാര്യമാണ്. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇതിനൊക്കെ ഒത്തിരി ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഒന്ന് പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം എടുക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിലെ 1-ാമത്തെ വാക്യം വായിക്കാമോ? യെശയ്യാവ് 6:1. രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം തിരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. മതി. അതായത് യെശയ്യാവ് ഒരു ദർശനം കാണുകയാണ്. ദർശനം ദൈവത്തെ അദ്ദേഹം കാണുകയാണ്. അതായത് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. എന്തിനാ ഈ ഉസിയ രാജാവിന്റെ പേര് അതിന് മുമ്പ് ചേർക്കാനുള്ള കാര്യം എന്താ? ആ സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ടു എന്ന് പറയേണ്ട ഒരു കാര്യവും തീർച്ചയായിട്ടും ഇവിടെ ഇല്ല. അതിനുശേഷം പറയുന്നുണ്ട്, അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചു, സാറാഫുകൾ അവന് ചുറ്റും നിന്നു, ഓരോരുത്തര് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയമായ കാഴ്ച ദർശനം യെശയ്യാവ് കാണുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ആദ്യം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഉസിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ. എന്തുകൊണ്ടാണ് ഉസിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് എഴുതി വച്ചിരിക്കുന്നത്? 2 ദിനവൃത്താന്തം എടുക്കാമോ? 2 ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായം എടുത്ത് അതിലെ കുറച്ച് വാക്യങ്ങൾ വായിച്ചാൽ എന്തുകൊണ്ടാണ് ഉസിയാവ് രാജാവ് മരണപ്പെടുന്നതിനെ പറ്റിയും പിന്നീട് ദൈവം മഹത്വപൂർണനായിട്ട് യെശയ്യാവിന് പ്രത്യക്ഷപ്പെടുന്നതെന്ന് ഉള്ളതിന്റെ കാര്യങ്ങളും അവിടെ നമുക്ക് കുറച്ച് ഒരു വെളിച്ചം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. 2 ദിനവൃത്താന്തം 26-ാമത്തെ വാക്യം വായിക്കാമോ? 26-ാം അധ്യായം 1 മുതൽ. ദിനവൃത്താന്തം 26. യഹൂദാജനം ഒക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസിയാവെ കൂട്ടിക്കൊണ്ടുവന്ന അവന്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. അമസ്യാവ് മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പകരമായി അദ്ദേഹത്തിന്റെ 16 വയസ്സുള്ള ഉസിയാവിനെ ആര് രാജാവാക്കി?
ഇസ്രായേൽ ജനം രാജാവാക്കി. രാജാവ് വായിച്ചോ. രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലോത്തിനെ പണിതതും അതിനെ യെഹൂദായ്ക്ക് വീണ്ടും കൊണ്ടതും ഇവൻ തന്നെ. ഉസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെഖൊല്യ എന്നു പേർ. അവൾ യെരൂശലേംകാരത്തിയായിരുന്നു. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ദൈവഭയത്തിൽ അവന്റെ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. മതി. അതായത് ഉസിയാവിന്റെ ആദ്യ കാലഘട്ടം മുഴുവനും എന്തായിരുന്നു? ആദ്യത്തെ കാലഘട്ടം മുഴുവനും ഉസിയാവിനെ ഉപദേശിക്കാനും നേരായ വഴിയിൽ നടത്തുവാനും സെഖര്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകന്റെ ഉപദേശവും നിർദ്ദേശവും കേട്ട് ദൈവം പറഞ്ഞ വഴികളിലൂടെ നടന്ന മനുഷ്യനാണ് ആര്? ഇവിടുത്തെ പറയുന്ന ഊസിയാവ് അല്ലേ? ആ സമയത്ത് ദൈവം എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് അഭിവൃദ്ധി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് 16-ാമത്തെ വാക്യം വായിക്കാമോ? 16. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അസര്യ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്ത് ചെന്ന് ഉസിയ രാജാവിനെ തടുത്ത് അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹോവനരായ പുരോഹിതന്മാർക്കത്രേ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നിനക്ക് മാനമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുകെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. മഹാപുരോഹിതനായ മതി. അതായത് പിന്നീട് ജീവപര്യന്തം മുഴുവനും അദ്ദേഹം കുഷ്ഠരോഗിയായിട്ട് ജീവിക്കുന്നു. അതിനെപ്പറ്റി ഇത് എങ്ങനെയാണ്? ഉസിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. ഉസിയാവ് അവന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ കുഷ്ഠരോഗി അല്ലോ എന്ന് പറഞ്ഞ് അവർ രാജാക്കന്മാർക്കുള്ള സെമിത്തേരിയിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യോഥാം അവന് പകരം രാജാവായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉസിയാവ് ആദ്യ കാലഘട്ടത്തിൽ നന്നായി ജീവിച്ചവനായിരുന്നു. പക്ഷെ സെഖര്യാവ് മരിച്ചതിന് ശേഷം ഉസിയാവ് അദ്ദേഹത്തിന് ലഭിച്ച വിജയങ്ങൾക്കനുസരിച്ച് ബലവാനായി തീർന്നപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയം, ഇങ്ങനെ തന്നെ എഴുതി വെക്കുന്നു, അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അതായത് അഹങ്കാരം കൊണ്ട് ഉസിയാവ് നിറയുകയാണ്. ഈ പുരോഹിതന്മാർക്ക് മാത്രമാണ് ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കാനുള്ള അവകാശവും അതിനുള്ള ക്രമീകരണവും ദൈവം ചെയ്തിരുന്നത്. എന്നാൽ ഉസിയാവ് പള്ളിയിൽ ചെന്ന് എന്ത് ചെയ്യുകയാണ്? ധൂപപീഠം പുരോഹിതനെടുത്ത് അർപ്പിക്കേണ്ട ധൂപം എടുത്ത് ഇദ്ദേഹം അർപ്പിക്കാനായിട്ട് പോകുമ്പോൾ പ്രധാന പുരോഹിതൻ വന്ന് തടയുന്നു. പക്ഷേ പ്രധാന പുരോഹിതന്റെ വാക്ക് കേൾക്കാതെ അദ്ദേഹം വീണ്ടും അഹങ്കാരത്തോടുകൂടെ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ ധൂപം അർപ്പിക്കുന്ന ആ സമയത്ത് തന്നെ കുഷ്ഠം ബാധിച്ച് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ദാരുണമായി തീരുകയും അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുകയാണ്. അപ്പൊ കണ്ടോ, ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. തന്നെത്താൻ ഉയർത്തിയ ഉസിയാവിനെ ദൈവം താഴ്ത്തിയതിന്റെ ഒരു സൂചന ഈ ഭാഗത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തണം, എന്തുകൊണ്ടാണ് ഉസിയാവിന്റെ പേര് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടെത്താനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നിഗളിച്ച് നടക്കുന്നവരെ, അതല്ലേ സങ്കീർത്തനത്തിൽ പറയുന്നത്, നിഗളിച്ച് നടക്കുന്നവരെ എളിയ ജനത്തെ നിരീക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തുമെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് എവിടെ വേദപുസ്തകത്തിൽ അഹങ്കാരമുള്ള വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഒരു അടുത്ത ഒരു ഭാഗത്ത് തന്നെ അവരുടെ വീഴ്ച അല്ലെങ്കിൽ അവരുടെ തകർച്ച അല്ലെങ്കിൽ അവരുടെ നാശം അതിന്റെ അടുത്ത് തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് എളിയ ജനത്തെ ദൈവം രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ ദൈവം താഴ്ത്തിക്കളയും. അത് വേദപുസ്തകത്തിന്റെ ഒരു വലിയൊരു മർമ്മമാണത്. പലയിടങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എളിമയുള്ളവരായി
ദൈവസന്നദ്ധിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാനും ദൈവത്താൽ ഉയർത്തപ്പെടാനും ഒക്കെയുള്ള ഒരു സാധ്യത നമുക്ക് മുമ്പാകെ ഉണ്ട്. അതിനുശേഷം 28-ാമത്തെ വാക്യം, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാമോ? വിശുദ്ധ യോഹന്നാൻ 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. പരീശന്മാർ അവരോട് മതി. അതായത് യേശു പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആയിരിക്കും. ദാവീദ് എന്താ പറയുന്നത്? നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരത്തെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒത്തിരി പാപമേഖലകളെ അതെല്ലാം തേച്ച് മായ്ച്ചു കളഞ്ഞ് പ്രകാശപൂർണമായ ഒരു ജീവിതം നമുക്ക് തരാൻ ദൈവത്തിന് കഴിയുമെന്ന് സങ്കീർത്തനക്കാരനും അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യേശുവും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒറ്റ മാർഗമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരം മാറാൻ. പ്രകാശം കൊണ്ട് ഹൃദയവും മനസ്സും ആത്മാവും ശരീരവും ഒക്കെ നിറയാൻ. ജഡീക തിന്മകളിൽ വീണു പോകുന്ന ഒരു പ്രകൃതമാണെങ്കിൽ ആ ഒരു തിന്മയിൽ വീണു പോകാതിരിക്കാൻ ദൈവത്തിന്റെ സഹായം നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കാതെ ജീവന്റെ പ്രകാശമുള്ളവൻ ആയിരിക്കും. ഇവിടെ എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. പ്രിയപ്പെട്ടവര്, ദൈവത്തെ അനുഗമിച്ചാൽ, ഇപ്പൊ ദൈവത്തെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെ അനുഗമിക്കാൻ പറ്റും? യേശു ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ യേശുവിന്റെ പിന്നാലെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ വചനം വായിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക, അതുപോലെ തന്നെ വിശുദ്ധ ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കുക. യേശുവിന്റെ ഏറ്റവും ശക്തമായ സാന്നിധ്യവും സ്വാധീനവും ഒക്കെ ഉള്ളത് വിശുദ്ധ കുർബാനയിലാണ്. ആ കുർബാന ഒരു വിശുദ്ധിയോടുകൂടെ അനുഭവമാക്കി തീർക്കുക. അതുപോലെ തന്നെ നല്ല സത്യ അനുതാപത്തോടെ കുമ്പസാരിക്കുക, യാമപ്രാർത്ഥനകൾ നടത്തുക, വ്യക്തിപരമായ പ്രാർത്ഥനകൾ ദൈവസന്നദ്ധിയിൽ നടത്തുക. ഇതൊക്കെയാണ് യേശുവിനെ അനുഗമിക്കുക എന്ന് ഈ കാലത്തുള്ള ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അങ്ങനെ ചെയ്യുന്നവന്റെ ജീവിതത്തെ യേശു തന്നെ പറയുകയാണ്, അവനെ അന്ധകാരം മൂടാതെ അവൻ ജീവന്റെ പ്രകാശമുള്ളവനായി തീരുമെന്ന് യേശു തന്നെ പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിനെ അനുഗമിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ദാവീദിനെ പോലെ തന്നെ നമുക്കും പറയാൻ പറ്റും, അവിടുന്ന് എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 29-ാമത്തെ വാക്യം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവം പ്രകാശമായാൽ, ദൈവം നമ്മളിൽ നിറഞ്ഞു നിന്നാൽ പിന്നീട് ആർക്ക് നമ്മെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് പറയുകയാണ്. എത്ര വലിയ പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള വലിയ അഭിഷേകവും വലിയ കൃപകളും ദൈവം നമ്മുടെ മേൽ ചൊരിയുമെന്ന് ദാവീദ് പറഞ്ഞു വെക്കുകയാണ്. പിന്നീട് ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കിഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. യഹോവയില്ലാതെ ദൈവമാരുള്ളൂ, നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ ശരണപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുക. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം ഒരു നാളും കൈവിടുകയില്ലെന്ന് നമുക്ക് ദാവീദിന്റെ ജീവിതത്തിലൂടെ, മറ്റ് പലരുടെയും ജീവിതത്തിലൂടെ, നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധിക്കുന്നതാണല്ലോ. പിന്നീട് 32 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നൽകിയ വിജയത്തിന് ഒരു സ്തുതി അർപ്പിക്കുകയാണ്. ജേതാവായ ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് ദാവീദ് നടത്തുന്ന ഒരു സ്തുതി കീർത്തനമാണ് പിന്നീട് അങ്ങോട്ട് ഉള്ള വാക്യങ്ങൾ. അതൊന്ന് വായിക്കാമോ? 32 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ.
32. 18-ാം സങ്കീർത്തനം 32 മുതൽ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ എന്റെ കാലുകളെ മാൻപേടക്കാലിന് തുല്യമാക്കി എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവൻ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു, എന്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു. നിന്റെ രക്ഷ എന്റെ പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഞാൻ കാലടി വയ്ക്കേണ്ടതിന് നീ വിശാലത വരുത്തി, എന്റെ നരിയാണികൾ വഴുതിപ്പോയതുമില്ല. ഞാൻ എന്റെ ശത്രുക്കളെ പിന്തുടർന്ന് പിടിച്ചു, അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല. അവർക്ക് എഴുന്നേറ്റുകൂടാതെ വണ്ണം ഞാൻ അവരെ തകർത്തു. അവർ എന്റെ കാൽ കീഴിൽ വീണിരിക്കുന്നു. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നെ പയക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന് നീ എന്റെ ശത്രുക്കളെ എനിക്ക് പുറങ്കാട്ടുമാറാക്കി. അവർ നിലവിളിച്ചു, രക്ഷിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. യഹോവയോട് നിലവിളിച്ചു, അവൻ ഉത്തരമരുളിയതുമില്ല. ഞാൻ അവരെ കാറ്റത്തെ പൊടി പോലെ പൊടിച്ചു, വീതികളിലെ ചെളിയെ പോലെ ഞാൻ അവരെ കോരിക്കളഞ്ഞു. ജനത്തിന്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു. ജാതികൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു. അവർ കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും. അന്യജാതിക്കാർ എന്നോട് അനുസരണഭാവം കാണിക്കും. അന്യജാതിക്കാർ ക്ഷയിച്ചു പോകുന്നു, തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ വിറച്ചും കൊണ്ടുവരുന്നു. യഹോവ ജീവിക്കുന്നു, എന്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ. എന്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. അവൻ ശത്രുവശത്ത് നിന്ന് എന്നെ വിടുവിക്കുന്നു. എന്നോട് എതിർക്കുന്നവർക്ക് മീതെ എന്നെ ഉയർത്തുന്നു. സാഹസക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കുന്നു. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. അവൻ തന്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു. അവൻ തന്റെ അഭിഷിക്തനെ ദയ കാണിക്കുന്നു. ദാവീദിനും അവന്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ആമേൻ. അതായത് 32-ാമത്തെ വാക്യം മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ദാവീദിന് കൊടുത്ത വിജയത്തിനെ ഓർത്ത് ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഇതിനെപ്പറ്റി കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും അവസാന ഭാഗം എങ്ങനെയാണ്? അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും, നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. സ്തോത്രം ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുമ്പാകെ ഞാൻ ദൈവമേ നിനക്ക് നന്ദി അർപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം തരുന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും വിജയങ്ങൾക്കും ദാവീദിനെ പോലെ നന്ദി അർപ്പിക്കുവാൻ, സ്തുതി അർപ്പിക്കുവാൻ നമുക്കും കഴിയണമെന്ന് ഈ വേദഭാഗം നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണെന്നുള്ള കാര്യം ഈ സമയത്ത് പറയുകയാണ്. 18-ാം സങ്കീർത്തനം ദാവീദ് ദൈവസന്നിധിയിൽ എല്ലാ ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ശൗല് വരുത്തുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഒരു സ്വസ്ഥത ലഭിക്കുമ്പോൾ അദ്ദേഹം അതിനെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന, ദൈവത്തിന്റെ ഇടപെടലിനെ പറ്റി ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന്റെ ദാവീദിന്റെ അവരുടെ ഇടയിലുള്ള ബന്ധത്തെ വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഇത് കൂടുതൽ ദൈവകൃപകൾ പ്രാപിക്കാൻ നമുക്കും ഇടയാക്കി തീർക്കാൻ ഉതകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനും മനുഷ്യ സ്നേഹിയുമായ ദൈവമായ കർത്താവേ, 17, 18 സങ്കീർത്തനങ്ങളിലൂടെ ദാവീദ് അവിടുത്തെ സന്നദ്ധിയിൽ നടത്തുന്ന പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ദാവീദ് ദൈവമേ അദ്ദേഹത്തിന് സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ലഭിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന നന്ദി സമർപ്പണവുമാണല്ലോ ഞങ്ങൾ കണ്ടത്. ദൈവമേ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ, എൻ്റെ കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതുപോലെ ഞങ്ങളും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഒത്തിരി കുറവുകളും ബലഹീനതകളും ഉണ്ട്. എന്നാലും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലും അവിടുത്തെ അത്ഭുതകരമായ കരം ഞങ്ങളെ വഴി നടത്തുവാനും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ഞെരുക്കങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനും ദൈവമേ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. അവിടുന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന കണ്ണിലെ കൃഷ്ണപണി പോലെ എന്നെ കാക്കണമേ.
എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവമേ, അങ്ങയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പരിപാലിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, പൈശാചികമായ പീഡകളിൽ നിന്നും, ദുഷ്ടമനുഷ്യരുടെ കണികളിൽ നിന്നും അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സംരക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ദൈവമേ, അവിടുത്തെ വചനപ്രകാരം ജീവിക്കാനും അതിലൂടെ ദാവീദ് വിജയം പ്രാപിച്ചതുപോലെ എല്ലാ കാര്യങ്ങളിലും വിജയം പ്രാപിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ഇടവകയെയും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവമേ അങ്ങയുടെ പാദപീഠ സമർപ്പിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അവിടുത്തെ മാലാഖമാരുടെ സംരക്ഷണത്താൽ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. ഈ രാത്രിയിൽ സമാധാനപൂർണമായി ഉറക്കം തന്ന് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ ആലയത്തിൽ വന്ന് അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ ഭാഗമായി തീരുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് യോഗ്യരാക്കി തീർക്കണമേ. നൽകിയ എല്ലാ കൃപകൾക്കും ഒരിക്കൽ കൂടെ അങ്ങയുടെ പാദപീഠ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, മോർഗീവറി സഹതായേ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവമേ, ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയ എല്ലാ പൂർവികരെയും അബ്രഹാം പോലെ പാർപ്പിച്ച് ആശ്വസിപ്പിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമീൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.